ബീഹാറിൽ ഇന്ത്യ സഖ്യം പൊളിഞ്ഞു. ബീഹാറിൽ കോൺഗ്രസും ആർ ജെ ഡിയും രണ്ടുവഴിക്ക് 243 സീറ്റിലും ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് തേജസ്വി യാദവ്. ആർ ജെ ഡി ശക്തി കേന്ദ്രങ്ങളിൽ കൂടുതൽ സീറ്റുകൾ കോൺഗ്രസ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് തേജസ്വിയുടെ പ്രഖ്യാപനം. വിശദാംശങ്ങളുമായി ശ്രീകാന്ത് ചേരുകയാണ്. ശ്രീകാന്ത്, വളരെ വലിയ ഒരു അവകാശവാദമാണ് ബീഹാറിൽ ഇന്ത്യ സഖ്യം ഉന്നയിച്ചത്. പക്ഷേ അതൊക്കെയും തകർന്നു വീഴുന്ന ഒരു സാഹചര്യമാണല്ലേ? സുരേഷ്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടെ വോട്ടർ അധികാർ യാത്ര രാഹുൽ ഗാന്ധി നടത്തിയ സംസ്ഥാനമാണ്. മാത്രമല്ല, അവിടെ ഇന്ത്യ സഖ്യം വളരെ വലിയ മുന്നേറ്റം കാഴ്ചവെക്കുന്നു എന്ന് കേരളത്തിലെ മാധ്യമങ്ങളടക്കം എഴുതിയതുമാണ്. ഇതാ ഇപ്പോൾ അവിടുത്തെ സഖ്യം പൊളിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം ഈ സീറ്റ് ഷെയറിങ്ങുമായി ബന്ധപ്പെട്ട് വലിയ തർക്കം കോൺഗ്രസിനും ആർ ജെ ഡിക്കും ഇടയിൽ നടക്കുന്നുണ്ട്. അതിനാൽ കഴിഞ്ഞ ദിവസം നടത്തിയ റാലിയിൽ ഈ തേജസ്വി യാദവ്, ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവ് അഭ്യർത്ഥിച്ചിരിക്കുന്നത് 243 സീറ്റിലും താൻ മത്സരിക്കുന്നു എന്ന് കണക്കാക്കി തനിക്ക് വോട്ട് ചെയ്യണം എന്നാണ് അദ്ദേഹം അഭ്യർത്ഥന നടത്തിയിട്ടുള്ളത്. ഇതിൽ അദ്ദേഹത്തെ ചൊടിപ്പിച്ച കാര്യം ഈ പശുപതി പരസിന്റെ ലോക് ജനശക്തി പാർട്ടിയെയും ജാർഖണ്ഡ് മുക്തി മോർച്ചയെയും ഈ സഖ്യത്തിലേക്ക് ഉൾക്കൊള്ളുന്നതും അവർക്ക് കൂടി സീറ്റ് വിഭജിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണ് എന്നിപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ബീഹാറിൽ ഈ ഇന്ത്യ സഖ്യത്തിന് വലിയ തിരിച്ചടിയാണ്, വലിയ പ്രതിസന്ധിയാണ്. അവരത് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴേക്കും അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ഇതിനോടകം ആരംഭിച്ചിട്ടുമുണ്ട്. ശ്രീകാന്ത്, ഇവിടെ ഏറ്റവും ശ്രദ്ധേയമാകുന്നത് ശ്രീകാന്ത് പറഞ്ഞതുപോലെ തന്നെ വലിയ അവകാശവാദത്തോടെയാണ് ഈ ബീഹാറിൽ ഇന്ത്യ സഖ്യം ഉണ്ടായത്. ആ വലിയ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ കൂടെ ഈ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് ഇവർ പിരിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ സമവായ നീക്കങ്ങൾ ഉണ്ടാകാം. പക്ഷേ രാജ്യത്തുടനീളം ഇന്ത്യ സഖ്യം തകർന്ന് തരിപ്പണമാകുന്ന സാഹചര്യത്തിൽ ഒരു അടഞ്ഞ അധ്യായമായി ഇന്ത്യ സഖ്യം പോകുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ, അല്ലേ? രാഷ്ട്രീയപരമായി നോക്കിക്കഴിഞ്ഞാൽ ഈ സംഭവത്തിൽ ഈ പ്രസ്താവനകൾ നടത്തുന്നത്, ഇത്തരത്തിൽ ഈ പ്രാദേശിക പാർട്ടികൾ പ്രസ്താവനകൾ നടത്തുന്ന അല്ലെങ്കിൽ അതിന്റെ നേതാക്കൾ പ്രസ്താവനകൾ നടത്തുന്നത് സമ്മർദ്ദതന്ത്രമായാണ് കണക്കാക്കേണ്ടത്. കാരണം തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് ദേശീയ പാർട്ടികളെ അല്ലെങ്കിൽ തങ്ങളെക്കാൾ ശക്തി കുറഞ്ഞതെന്ന് ഈ പ്രാദേശിക പാർട്ടികൾ കരുതുന്ന ദേശീയ പാർട്ടികളെ സമ്മർദ്ദത്തിലാക്കി വരുതിയിൽ നിർത്താനുള്ള ഒരു തന്ത്രമായി കൂടി ഇതിനെ കാണണം. അവിടെ താൻ സ്വയം മുഖ്യമന്ത്രിയാണ് എന്ന തരത്തിൽ തേജസ്വി യാദവ് ഉറപ്പിച്ചു കഴിഞ്ഞു. അത് ഒന്നുകൂടി ഉറപ്പിക്കുക, ഒപ്പം കൂടുതൽ സീറ്റ് ആർ ജെ ഡിക്ക് കിട്ടുക എന്നുള്ളതിന്റെ ഒരു തന്ത്രമായാണ് രാഷ്ട്രീയമായി അതിനെ നോക്കിക്കാണേണ്ടത്. പക്ഷെ മറ്റൊരു തരത്തിൽ രാഹുൽ ഗാന്ധി അവിടെ എത്തി അവിടുത്തെ ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്തിയെന്നും വോട്ടറധികാർ യാത്രയിലൂടെ വലിയ തോതിൽ ജനങ്ങൾക്കിടയിലേക്ക് ഈ ഇന്ത്യ മുന്നണി ഇറങ്ങിയെന്നും മാധ്യമങ്ങളടക്കം കേരളത്തിലെ വിശേഷ മാധ്യമങ്ങൾ പറയുമ്പോഴാണ് അവിടെ ഈ പൊട്ടിത്തെറി ഉണ്ടാകുന്നത്. ഈ നിമിഷം വരെയും സീറ്റ് വിഭജന കാര്യത്തിലും പുതിയ അംഗങ്ങളെ ഉൾക്കൊള്ളിക്കുന്ന കാര്യത്തിലും അവിടെ പ്രശ്നം പരിഹരിക്കാൻ സാധിച്ചിട്ടില്ല. ശരി, ഡൽഹിയിൽ നിന്നും ശ്രീകാന്താണ് വിശദാംശങ്ങൾ നൽകിയത്.